മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 25/1/1991 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. കാർത്തികയാണ് നക്ഷത്രം. കാർത്തിക 2-ാം പാദം. മകരലഗ്നം. ലഗ്നത്തിൽ ശനി, സൂര്യൻ, രാഹു. 2-ൽ ധനസ്ഥാനത്ത് ശുക്രൻ ഗുളികൻ. 3-4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ ചന്ദ്രൻ കുജൻ. 6 ശൂന്യം. 7-ൽ വ്യാഴം കേതു. 8, 9, 10, 11 ഭാവങ്ങൾ ശൂന്യം. 12-ൽ ബുധൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വളരെ മികച്ച മഹായോഗങ്ങൾ തന്നെ ഉള്ള ഒരു ഗ്രഹനിലയാണത്. 1, ലഗ്നത്തിൽ ശനി നിൽക്കുന്നു, ശശയോഗം. 2, ലഗ്നാൽ 7-ൽ വ്യാഴം നിൽക്കുന്നു, ഹംസമഹായോഗം. 3, ചന്ദ്രനും കുജനും 5-ൽ നിൽക്കുന്നു, ശശിമംഗളയോഗം. എന്നിട്ടും ഈ വ്യക്തി നിലവിൽ എന്തുകൊണ്ട് ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ തൊഴിൽ പരമായി കഴിയേണ്ടതായി വരുന്നു, അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ടതായി വരുന്നു? ഈ ഗ്രഹനിലയിൽ ലഗ്നാൽ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ, നവാംശത്തിലും ശുക്രൻ്റെ സ്ഥാനം തുലാം രാശിയിൽ തന്നെയാണ്. അപ്പോൾ 10-ാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് ധനസ്ഥാനത്ത് ഗുളികനോട് ചേർന്നിട്ടാണ്. നല്ലതല്ല. എന്നാൽ അതിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇത്രയുമൊക്കെ മഹായോഗങ്ങളുള്ള സമയത്ത്, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ശുക്രൻ. ഇദ്ദേഹം നിലവിൽ വിദേശ രാജ്യത്ത് തന്നെയാണ്. എന്നാൽ തൊഴിൽ സംബന്ധമായിട്ട് അദ്ദേഹം ഒട്ടും ആഗ്രഹിക്കാത്ത ഏറ്റവും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് വർക്ക് സ്പേസിൽ, തൊഴിൽ സ്ഥലത്ത് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് 10-ാം ഭാവാധിപനെ ഗുളികൻ പിടിച്ചിരിക്കുന്നതിൻ്റെ എല്ലാ നെഗറ്റീവ്സും ഉള്ളത് ഈ വ്യക്തിക്ക് കിട്ടുന്നത്. ഉപരി 2024 ജനുവരി 14 തൊട്ട് ഈ വ്യക്തി രാഹുദശയിൽ ശുക്രൻ്റെ അപഹാരത്തിലാണ്. 2027 ജനുവരി 14 വരെ ഏതാണ്ട് 3 കൊല്ലക്കാലം അദ്ദേഹം ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പേ വിളിച്ച സമയത്തും ഞാൻ പറഞ്ഞിരുന്നു, വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അനാവശ്യമായിട്ടുള്ള പഴി കേൾക്കലുകളോ ചെയ്യാത്ത കാര്യത്തിന് കുറ്റമേൽക്കേണ്ടതായി വരികയോ പോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായാൽ അതിൽ അതിശയോക്തി വിചാരിക്കേണ്ടതില്ല. ഇപ്പോഴത്തെ സമയം അങ്ങനെയാണ്. രാഹുവിൽ ശുക്രനാണ്. ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു അത് ശനിയോടൊത്താണ് നിൽക്കുന്നത്. ശനി രാഹു ഡെഡ്ലി കോമ്പിനേഷനാണ്. അപ്പോൾ ശനിയോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദശ വരികയും അതിൽ 10-ാം ഭാവാധിപത്യം വഹിച്ച് ഗുളികനോടൊത്ത് ധനസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ വരികയും ചെയ്യാൽ വളരെയധികം കരുതണം. മാത്രവുമല്ല 10-ലേക്ക് രാഹുവിനോടൊത്ത് നിൽക്കുന്ന സൂര്യനോടൊത്ത്, പ്രധാന ശത്രു സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10-ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ തൊഴിലിടം നരകതുല്യം പോലെ ഫീൽ ചെയ്യും. അദ്ദേഹം അങ്ങനെയാണ്, വളരെ സ്ട്രെസ്ഡായിട്ടാണ് അദ്ദേഹം ഇന്നലെ വിളിച്ചിരുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. 10-ാം ഭാവാധിപനെ ഗുളികൻ പിടിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏതൊരാളെ സംബന്ധിച്ചും 10-ൽ ഗുളികൻ അല്ലെങ്കിൽ 10-ാം ഭാവാധിപനുമായി ഗുളിക ബന്ധം വന്നിട്ടുണ്ട് എങ്കിൽ വളരെയധികം ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നീങ്ങണം. കാൽക്കുലേഷനോട് കൂടി തന്നെ നീങ്ങണം. സ്ട്രാറ്റജിക്കലി നീങ്ങണം. അതല്ലാത്ത പക്ഷം നമ്മൾ ചെന്ന് ചാടും. ചാടിയ ശേഷമായിരിക്കും അറിയുക വലിയ കുഴിയായിരുന്നു അത് എന്ന്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഇത്തരം സമയത്തെ നേരിടാനായിട്ട്. അതുപോലെ തന്നെ എന്തെല്ലാം പ്രതിസന്ധി വന്നാൽ തന്നെയും ഈ വ്യക്തിക്ക് 7-ൽ ഹംസമഹായോഗം കൊടുത്തു നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 7-ാമത് ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നത് കൊണ്ട് സംരക്ഷണം ലഭിക്കും. പരീക്ഷിക്കപ്പെടും, പക്ഷേ കൈവിടില്ല എന്ന് പറയില്ല. എന്ന് പറഞ്ഞതുപോലെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഇദ്ദേഹത്തിന് വ്യാഴത്തിൻ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ട് ലഗ്നത്തിലേക്കുള്ളത് കൊണ്ട് അത് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹം നിലവിൽ അവിടെ പിടിച്ചു നിൽക്കുന്നത്. ലഗ്നത്തിൽ ശശയോഗം കൊടുക്കുന്ന ശനിയാണ്. പക്ഷേ അത് ശത്രുവായ സൂര്യനോടൊത്ത്, പ്രത്യേകിച്ചും ഛായാഗ്രഹമായിട്ടുള്ള എല്ലാവരുടെയും പൊതുശത്രുവായിട്ടുള്ള രാഹുവിനോടൊത്ത് നിൽക്കുന്ന ശനിയാണ്. ശ്രദ്ധിക്കണം. പരീക്ഷണങ്ങൾ ധാരാളം ഉണ്ടാക്കിയ ശേഷം മാത്രമായിരിക്കും ഇദ്ദേഹം ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ കയറുന്നത്. 5-ൽ ശശിമംഗളയോഗം കൊടുത്ത് കുജൻ ചന്ദ്രൻ നിൽക്കുന്നു. വളരെ നല്ലതാണ്. ചിന്തിക്കുന്നത് തന്നെ ഭാവിയിൽ പണമായിട്ട് വരും. പക്ഷേ അതിന് കുറച്ച്
സമയമെടുക്കും. ലഗ്നം ശനിയായതുകൊണ്ടും ലഗ്നത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ടും ലഗ്നത്തിൽ തന്നെ രാഹു നിൽക്കുന്നത് കൊണ്ടും ലഗ്നത്തിൽ ശനിയുടെ ശത്രുവായിട്ടുള്ള സൂര്യൻ ഉള്ളത് കൊണ്ടും നല്ല രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും, അല്പം ടഫായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നടത്തി കയറ്റിയ ശേഷം മാത്രമായിരിക്കും ഇദ്ദേഹത്തിന് ഉയർച്ച എന്ന് പറയുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവുക. ഇത് വളരെ നല്ല ഗ്രഹനിലയാണ്. ആദ്യത്തെ ഒരു സെക്ഷൻ, ഒരു പാർട്ട് ഒഴിവാക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് വളരെ സുരക്ഷിതമായിട്ടുള്ള, ഇപ്പോൾ രാഹുദശയൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് വ്യാഴ ദശയാണ്. 2030 തൊട്ട് 2046 വരെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പീക്ക് ടൈമും അത് തന്നെയാണ്. രാഹുവിന് 7ലേക്ക് ദൃഷ്ടിയുണ്ട്, സൂര്യൻ ശനിയൊക്കെ ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഉച്ചനായിട്ടുള്ള വ്യാഴമായതുകൊണ്ട് കൃത്യമായിട്ട് പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ വ്യാഴം അദ്ദേഹത്തിന് 100% ഗുണപ്രദമായിരിക്കും. അതിനനുസരിച്ച് കാര്യങ്ങളെ എത്തിക്കാൻ പറ്റണം. അതാണ് ഈ വ്യക്തി കാണിക്കേണ്ടുന്ന ക്ഷമ, മിടുക്ക് പോലെയുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മുമ്പേ വിളിച്ചിരുന്ന സമയത്തും പറഞ്ഞിരുന്നതാണ്, പൊതുവേ 10ലൊക്കെ ഗുളികൻ നിൽക്കുകയോ 10ാം ഭാവാധിപനുമായിട്ട് ഗുളികന് ഡയറക്റ്റ് ബന്ധം അല്ലെങ്കിൽ ദൃഷ്ടി വഴി വരികയോ ചെയ്തു കഴിഞ്ഞാൽ, ഇവിടെ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ഗുളികന്, അതുപോലെ തന്നെ ശുക്രനോടൊത്താണ് ഗുളികൻ നിൽക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, പ്രത്യേകിച്ചും ശനിയുടെ ക്ഷേത്രത്തിലാണ്, ധനസ്ഥാനത്തുമാണ്. നിലവിൽ ഇദ്ദേഹം അർഹതപ്പെട്ട സാലറിക്കല്ല ജോലി ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് പ്രശ്നവുമല്ല, കിട്ടുന്നതും മതി, സംതൃപ്തനാണ്. പക്ഷേ സ്വസ്ഥതയില്ല. പക്ഷേ അത് മാറും. ശശിമംഗള യോഗമൊക്കെ നിൽക്കുന്നയാൾ നോക്കിയാൽ പണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം അദ്ദേഹത്തെ എത്തിക്കും. പക്ഷേ ഒരല്പം ക്ഷമ ഈ ഒരു സമയം, പ്രത്യേകിച്ചും രാഹുദശയിൽ കാണിച്ചേ പറ്റുകയുള്ളൂ. പരീക്ഷണങ്ങളിലൂടെ മാത്രമേ ഇത്തരം സമയം ഏതൊരാൾക്കും മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ലഗ്നത്തിൽ ശനി നിൽക്കുന്നു, ശശമഹായോഗം, ആദ്യം തൊട്ട് തന്നെ രാജാവ് എന്ന് ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനല്ല. അതാത് യോഗങ്ങൾ, പ്രത്യേകിച്ചും ശശയോഗം പോലെയുള്ള, ഹംസയോഗം പോലെയുള്ള യോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫലിക്കുന്നതിനൊരു സമയമുണ്ട്. ആ സമയത്തിന് ശേഷമേ അത് കൃത്യമായിട്ട് വർക്കാവുകയുള്ളൂ. അതുവരെ അത് ഇനാക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. നമ്മളത് ഉണ്ടെന്ന് അറിയുക പോലുമില്ല. ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു വലിയ സംശയവും പരാതിയുമാണ്, ഗജകേസരി യോഗമുണ്ട്, അത് വർക്കാവുന്നില്ല, അല്ലെങ്കിൽ അനുഭവങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതിനൊരു ടൈമുണ്ട്. ആ ടൈം പീരീഡ് എന്നാണെന്ന് ആദ്യം അറിയുക. അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അതിലേക്കായി പരിഹാരങ്ങൾ ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ട് എങ്ങും പോകില്ല. യോഗം അത് വർക്കിംഗ് ആയിട്ടുള്ള യോഗമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ 1, 2, 3, 4, 5, 5ൽ ചന്ദ്രൻ, 5ൽ കുജൻ, 5ാം ഭാവാധിപൻ കൂടാണ് ഇവിടെ ശുക്രൻ. അതിനെയാണ് ഗുളികൻ പിടിച്ചിട്ടുള്ളത്. മനസ്സിനെ പേടിപ്പിക്കും, അല്ലെങ്കിൽ മനസ്സിനെ ഇറിറ്റേറ്റഡ് ആക്കും. പ്രത്യേകിച്ചും ശുക്രൻ്റെ അപഹാരം കടത്തിവിടുന്നത് ഒരു ടാസ്ക്കായി തന്നെ തോന്നും. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇന്നലെ വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു രീതിയിൽ മാനസികാവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചിരുന്നത്. അപ്പോൾ ഇത് നേരത്തെ കൂട്ടി ഞാൻ പറഞ്ഞിരുന്നതുമാണ്. 5ാം ഭാവാധിപനാണ്, 10ാം ഭാവാധിപനാണ്. എന്നാലും 5ൽ കുജൻ ഒക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കും. അതിനുള്ള ശേഷി കുജൻ അവിടെ കൊടുക്കും. പക്ഷേ മനസ്സിനെ ഇറിറ്റേറ്റഡ് ആക്കിയ ശേഷമായിരിക്കും ആ ധൈര്യം സ്വയം ഉണ്ടാക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കാർത്തികയാണ് നക്ഷത്രം. സൂര്യദശയിൽ ജനിച്ചു. 1995 വരെ 95 വരെ സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം കുജൻ, അതിനുശേഷം 18 കൊല്ലം ഇപ്പോഴത്തെ നടപ്പ് ദശ 2030 വരെ രാഹു, അതിനുശേഷം ഗുരു 2046 വരെ, ശേഷം ശനി 2065 വരെ, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. രാഹുവിൽ ശുക്രനാണ് ഇപ്പോഴത്തെ നടപ്പ് ദശ. നേരത്തെ വിശദമായി തന്നെ പറയുകയുണ്ടായി. 14/1/2024 തൊട്ട് 14/1/2027 വരെ രാഹുദശയിൽ ശുക്രൻ വളരെയധികം ജോലി സംബന്ധമായി, മനസ്സ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൃത്യമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ടൈം പീരീഡാണ്. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.